ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സമരത്തിന് നേർക്ക് അകാരണമായി യാതൊരുവിധമായ പ്രകോപനങ്ങളുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയും അതിനുശേഷം യാതൊരുവിധമായ മുന്നറിയിപ്പുമില്ലാതെ പ്രകോപനങ്ങളില്ലാതെ ലാത്തിവെച്ച് തല്ലി ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ പോലീസ് അധികാരികളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ സമരം ചെയ്തത്? ഞങ്ങളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലുള്ള സമരമാണോ? ഞങ്ങളുടെ മാത്രം ഏതെങ്കിലും സംഘടനാപരമായ ഇൻട്രസ്റ്റിന്റെ പേരിലുള്ള സമരമാണോ? ഈ സമരമെന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മുഴുവൻ മനുഷ്യന്മാർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് കാട്ടാനയും കാട്ടുപോത്തും കോൺഗ്രസിന്റെ പ്രവർത്തകരെ മാത്രം തെരഞ്ഞു വന്ന് ആക്രമിച്ച് കൊല്ലുന്നതിന്റെ പേരിലല്ല. ഇന്ന് ഞങ്ങളെ തല്ലിയൊതുക്കിയ ഈ പോലീസ് സേമാന്മാരോട് സൂചിപ്പിക്കായിട്ടുള്ളത്, കാട്ടുപോത്തിനെന്ത് ഏത്തക്ക എന്ന് പറയുന്ന പോലെ കാട്ടുപോത്തിനെന്ത് പോലീസ് എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ആ കാട്ടുപോത്തും കാട്ടാനയും കാണിക്കുന്ന വിവേകം നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി വിജയനോ കേരളത്തിന്റെ വനം മന്ത്രി ശശീന്ദ്രനോ കാണിക്കാത്തത് സ്വാഭാവികമാണ്. അവർക്ക് അതിനുള്ള വിവരവും വിദ്യാഭ്യാസവുമേ ഉള്ളൂ. പക്ഷേ പരീക്ഷ പാസായി PSC നിയമനം ലഭിച്ച ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് വിജയന്റെ അതേ വിവരമില്ലായ്മ ഒരു പകർച്ചവ്യാധി കണക്കെ പടർന്നതിന്റെ ഭാഗമായിട്ടാണോ ഇതുപോലൊരു ജനകീയ സമരത്തെ അടിച്ചൊതുക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നത്? ഇനി തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ അടിച്ചാ ഈ സമരം തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അടിച്ചിട്ടെന്താ ഈ സമരത്തെ നിങ്ങൾക്ക് പിരിച്ചുവിടാൻ കഴിയാത്തത്? ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ടോ? ഈ എന്റെ പിന്നിൽ നിൽക്കുന്ന വലിയ പോലീസ് ബന്ദോബസ്ത് ഉണ്ടല്ലോ, ഈ സമരത്തെ നിങ്ങൾ വിചാരിച്ചാൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കാണിക്കുക. ഈ അടിച്ചും ഗുണ്ടായുസം കാണിച്ചും താൻ പൊരുമ കാണിച്ചതിനുമൊക്കെ ശേഷം ഞാനിങ്ങോട്ട് വന്നപ്പോ ഇവിടുത്തെ ഈ ബറ്റാലിയനെ നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞല്ലോ, പ്രസിഡന്റ് ഇവരെ ഒന്ന് പിരിച്ചുവിടണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് ബോധ്യമുണ്ട്, ഇവര് പിരിച്ചുവിടണമെങ്കിൽ ഈ സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ തീരുമാനിക്കാതെ ഇവരിവിടെ നിന്ന് പിരിഞ്ഞു പോവുകയില്ല എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് ഒരു ജനകീയ സമരവുമായി വരുമ്പോ അടിച്ചൊതുക്കാമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ അടിച്ചാൽ ഒതുങ്ങാനുള്ള പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് നിങ്ങളൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കിയാൽ മതി. ഈ സമരം മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. 4 സാധു മനുഷ്യന്മാർ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷും വനം മന്ത്രി AK ശശീന്ദ്രനും ഈ മരണപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് പോയപ്പോ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, അജീഷിന്റെ മകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അജീഷിന്റെ മകൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഈ സർക്കാരിനെ കൊണ്ട് ഒരാനയ്ക്ക് മയക്കുവെടി വെക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആ ആംബുലൻസ് കടത്തിവിടണം. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ചോദിക്കേണ്ടി വന്ന ഈ സർക്കാർ പരാജയമാണെന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ പറയേണ്ടി വന്ന സാഹചര്യമാണ് വയനാട് ജില്ലയിലുള്ളത്. പിണറായി വിജയൻ എന്തോ പറഞ്ഞു എന്ന് കരുതി, അല്ലെങ്കിൽ അങ്ങ് കളക്ടർ AC ചേംബറിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന രേണുരാജ് എന്തോ ഉത്തരവിട്ടു എന്ന് കരുതി ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്ന പോലീസുകാരോട് പറയട്ടെ, അങ്ങനെ ഫ്രീ ആയി കയറാൻ ഞങ്ങളുടെയൊക്കെ നെഞ്ചകം നാഷണൽ ഹൈവേ അല്ല, ഞങ്ങൾ കൂടി തീരുമാനിക്കും ഈ വയനാടിന്റെ ക്രമസമാധാനം എങ്ങനെ പോകണമെന്ന്. ഇവിടെ ഞങ്ങളുടെ പ്രശ്നം എന്താ? റോട്ടിലൂടെ ഇറങ്ങിയാൽ കാട്ടാനയും കാട്ടുപോത്തും കടുവയും കുത്തിക്കൊല്ലുന്നു. ആശുപത്രികളിലേക്ക് ചെന്നാൽ ഡോക്ടർമാരുടെ നിസ്സംഗതയിൽ രോഗികൾ കൊല്ലപ്പെടുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾക്ക് പ്രതിഷേധിക്കാം ഈ നാടിന് വേണ്ടി എന്ന് വിചാരിച്ചാൽ പോലീസുകാർ തല്ലിക്കൊല്ലുന്ന നാടായി വയനാട് മാറുമ്പോ ഈ സർക്കാർ മിഷനറികളെല്ലാം നോക്കുകുത്തികളായി നിൽക്കുന്നു എന്ന് കരുതി അങ്ങനെ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അയാൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടുണ്ടായിരുന്നല്ലോ. പുതിയൊരു PR എക്സൈസ്, ഒരു പുതിയ തട്ടിപ്പുമായിട്ട് എന്താ പറയുന്നത്? മുഖാമുഖം. ഞാൻ ചോദിച്ചോട്ടെ, ഈ അജീഷിന്റെ വീട്ടിൽ, പോളിന്റെ വീട്ടിൽ അവരുടെ ഉറ്റവർ, അവരുടെ ഉടയവർ, അവരുടെ മക്കൾ, അവരുടെ മാതാപിതാക്കൾ അവരെ ഒന്ന് മുഖാമുഖം കണ്ട് ഈ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവരുടെ ആവലാതികൾ, അവരുടെ സങ്കടങ്ങൾ ഒന്ന് കേൾക്കണമെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തോന്നാത്തത്?